ഹലോ ഫ്രണ്ട്സ്, ഓണം ഉത്രാടമൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു റെസിപ്പി പരിചയപ്പെടുത്തന്നാലോ. വേറെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ റെസിപ്പി ഒന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്ന പഴംപുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. പഴംപുളിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏത്തപ്പഴം വേണം, പിന്നെ വേപ്പില, പച്ചമുളക്, ശർക്കരപ്പാനയം, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചെറിയ തേങ്ങ, ജീരകം, തൈര്, പിന്നെ നെയ്യ്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. ആദ്യം നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. വേവിച്ചെടുക്കാനായിട്ട് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെ പച്ചമുളക്. അപ്പൊ നമുക്കിനി നേരെ വേവിക്കലേക്ക് കിടക്കാം. ഇനി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് കുറച്ച് മൂടി വെക്കാം. അപ്പോഴത്തേനും നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇത് ജസ്റ്റ് ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കരപ്പാന ആഡ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ആഡ് ചെയ്യാം. വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇളക്കി കൊടുക്കാം. വറ്റൽമുളകും വേപ്പിലയും കടുകും കൂടി താളിച്ചിട്ടിട്ടുണ്ട്. ഇത് നെയ്യിലാണ് താളിച്ചത്. ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയായിരുന്നു. എൻ്റെ അമ്മയാണ് ഇത് താളിച്ചിട്ടത്. സോ നമ്മുടെ പഴംപുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. ദിസ് ഈസ് ആരൺ മോൻസി സൈനിങ് ഓഫ്.